today's topic is going to be വേണ്ട നമുക്ക് മലയാളത്തിൽ സംസാരിക്കാം എന്ത് വെച്ചാൽ ഇന്നത്തെ ടോപ്പിക് ബേബി മലയാളമാണ്. We need to talk about it. ഇത് വെറുതെ ഒരു ചിറ്റ് ചാറ്റ് സെഷന് പോലെയാണ്. എൻ്റെ ഒപ്പീനിയൻ അബൌട്ട് ബേബി മലയാളം, അബൌട്ട് ദ കണ്ടസ്റ്റൻസ് ഇൻ ഇറ്റ്. സോ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. വെറുതെ എനിക്ക് തോന്നി എന്തെങ്കിലും മലയാളത്തിൽ ഒരു വീലോഗ് ഇടണമെന്ന് വെച്ചാൽ എന്തുകുറിച്ച് ഇടാമെന്ന് യോജിക്കുമ്പോൾ എനിക്ക് തോന്നിയത് ഇതാ, ഓക്കെ ബിഗ് ബോസ് മലയാളം അതേക്കുറിച്ച് പറയാം എന്ന് വെച്ചാൽ ഞാൻ നോക്കുന്നുണ്ട്, ദിവസം നോക്കുന്നില്ല. ആക്ച്വലി ഞാൻ ആദ്യത്തെ ബിഗ് ബോസ് കണ്ടിട്ടില്ല മലയാളത്തിൽ. സീസൺ 2 ആണ് കാണാൻ സ്റ്റാർട്ട് ചെയ്തത്. സോ അത് മുടങ്ങാതെ കാണി ദിവസം മുടങ്ങാതെ കണ്ടു, ദിവസം കണ്ടു. പക്ഷേ എല്ലാവർക്കും അറിയാമല്ലോ, രജിത് സാർ പോയി, അങ്ങനെ കൊറോണ കാരണം ബിഗ് ബോസും അവസാനിച്ചു, അങ്ങനെ ഉണ്ടായി. പിന്നെ ഞാൻ എന്താ ചെയ്തത് എന്ന് വെച്ചാൽ ബിഗ് ബോസ് സീസൺ 3 കാണാൻ തുടങ്ങി. പിന്നെ എന്തോ എനിക്ക് അത്ര ഒന്നും പിടികിട്ടിട്ടില്ല, അത്ര ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. സോ സ്റ്റാർട്ടിങ് കുറച്ച് നോക്കിയിട്ട് ഞാൻ അവസാനിച്ചു, പിന്നെ കണ്ടിട്ടില്ല. വെറുതെ പ്രൊമോസോ എന്തെങ്കിലും നോക്കോ, ഏതെങ്കിലും ഷോ, ഐ മീൻ എന്തെങ്കിലും ഏതോ ഒരു എപ്പിസോഡ് കാണും. പിന്നെ നാളായിട്ട് വരുന്ന എപ്പിസോഡ്സൊക്കെ കാണും. അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഇൻ ബിറ്റ്വീനും ഏതോ വളരെ ചർച്ചയൊക്കെ ഉണ്ടായില്ലേ ആ ടാസ്കിൽ, ഡിഫറെൻറ്റ് നാട്ടുകാർ ആ ടാസ്കിൽ അപ്പൊക്കെ കണ്ടു. പിന്നെ മണിക്കുട്ടൻ പോയതൊക്കെ കണ്ടു. സോ അങ്ങനെയാണ് ഞാൻ കാണുന്നത്. സോ എൻ്റെ ഒപ്പീനിയൻ അത്രയ്ക്ക് ശരിയാണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്തു വെച്ചാൽ ഞാനൊരു കണ്ടിന്യൂസ് വ്യൂവർ അല്ല ആ ഷോ. സോ കാണുന്നു, ഐ എം അവെയർ അബൌട്ട് എന്തൊക്കെയാ സംഭവിക്കുന്നു എന്ന് അവെയറാണ്. പ്രൊമോകളിലും പിന്നെ എന്തെങ്കിലും ആരെങ്കിലും ഇടുന്ന യൂട്യൂബൊക്കെ ഞാനും കാണും. അങ്ങനെയൊക്കെ എനിക്കും അറിയാം കേട്ടോ. പക്ഷേ നോട്ട് ദാറ്റ് മച്ച്. സോ ദ തിങ് ഈസ്, ഇപ്പോൾ നമുക്ക് വെറുതെ ഉണ്ടാവാം ഒരു ചിറ്റ് ചാറ്റ് പോലെ കേട്ടോ. സോ എൻ്റെ വിചാരം എന്ന് വെച്ചാൽ ആ ഷോ നോക്കിയ ആദ്യത്തെ ദിവസം തന്നെ എനിക്കൊരു പ്രഡിക്ഷൻ ഉണ്ടായി. കൂടുതൽ അങ്ങനെ ഉണ്ടാവില്ല. ഫസ്റ്റ് തന്നെ നോക്കിയിട്ട് ഇയാളാ വിൻ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ എനിക്ക് തോന്നില്ല. ഞാൻ തമിഴ് ബിഗ് ബോസ് ഒക്കെ കാണും കേട്ടോ. ഫ്രം ബിഗ് ബോസ് 2 നിന്ന് ഞാൻ കാണുന്നുണ്ട്, തമിഴ് ബിഗ് ബോസ് മുടങ്ങാതെ കാണുന്നുണ്ട്. സോ അങ്ങനത്തെ ആളെന്ന്, സിൻസ് ഐ എം സച്ച് എ പേഴ്സൺ, ദ പ്രോബ്ലം ഇസ് അഡ്ജസ്റ്റ് മൈ മലയാളം. ഓക്കെ, സോ അതിൽ എനിക്ക് ഇഷ്ടപ്പെടുന്നത് ഇഷ്ടമല്ല, എനിക്ക് തോന്നിയത് ഇതെന്തോ അറിയില്ല. ഫസ്റ്റത്തെ എപ്പിസോഡിൽ തന്നെ എനിക്ക് തോന്നി സായി വിഷ്ണു ആണ് ജയിക്കാൻ പോകുന്നത്. ഐ ഡോണ്ട് നോ വൈ ഐ ഫെൽ ദാറ്റ് വെൻ ഐ സോ ഹിം. എനിക്ക് അങ്ങനെ തോന്നി സായി വിഷ്ണു ആണ് ജയിക്കാൻ പോകുന്നത്. പിന്നിട്ട് ഞാൻ നോക്കുമ്പോൾ അതങ്ങനെയാ പോയിക്കൊണ്ട് ഉള്ളത് എന്നൊക്കെ ഞാൻ നോക്കുന്നു. He is doing well. So it's my prediction. So നിങ്ങളുടെ പ്രഡിക്ഷൻ എന്താ, എന്തുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്ന അവർ ജയിക്കാൻ പോകുന്നതെന്നൊക്കെ കമൻറ്റിൽ ഇട്, നമുക്ക് സംസാരിക്കാം ഇതേക്കുറിച്ചൊക്കെ. ആൻഡ് പിന്നെ മറ്റാൾ എനിക്ക് തോന്നിയത് സൂര്യ കുറിച്ച് എനിക്ക് തോന്നിയത് ആക്ടിങ്ങിന് തോന്നാൻ തുടങ്ങി. ആദ്യത്തിൽ ഞാനും സപ്പോർട്ടറാണ് സൂര്യൻ്റെ ലവ്, ഒക്കെ ട്രൂ ലവ് എന്നോ ഒക്കെ ഞാൻ വിചാരിച്ചു. എന്തിനാ മണിക്കുട്ടൻ ഓവർ റിയാക്ട് ചെയ്യുന്നതെന്നൊക്കെ ഞാനും വിചാരിച്ചു ആദ്യം. പിന്നെ എനിക്ക് തോന്നിയത് മണിക്കുട്ടൻ പോയതിന് ശേഷം ഞാൻ നോമിനേഷൻ ലിസ്റ്റിൽ വരുമോ, മണിക്കുട്ടൻ എങ്ങനെ എൻ്റെ കാരണം പോയി എന്ന് വിചാരിക്കുമോ മക്കൾ എന്നൊക്കെ സൂര്യ തിങ്ക് ചെയ്യുന്നത് നോക്കുമ്പോൾ അത് ട്രൂ ലവ് ഇല്ല എന്ന് എനിക്ക് തോന്നാൻ തുടങ്ങി. വെറുതെ ആക്ടിങ് ആണ് എനിക്ക് തോന്നുന്നു. സോ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് നോക്കുന്നില്ല, വെറുതെ
ഒരു വീലോഗ് ഇടാം എന്ന് ഇടുന്നതാ. സോ കമൻറ്റ് ചെയ്തോളൂ. സോ സൂര്യയുടെ ആർമിയോ ഫാൻസോ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് സൂര്യ ഞാൻ വിചാരിച്ചത് തെറ്റെന്നും കമൻറ്റ് ചെയ്തോളൂ. ഓക്കെ, ഐ വിൽ ഓൾസോ, എനിക്കും അറിയാമല്ലോ. അപ്പോൾ സൂര്യയുടെ ഞാൻ വിചാരിച്ചത് തെറ്റാ, സൂര്യ ട്രൂ ആയിട്ടുണ്ട് എന്നൊക്കെ റീസൺസ് അറിയാം. സോ ഇട്ടോളൂ. പിന്നെ മണിക്കൂട്ടൻ അത്രയ്ക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല ആദ്യം എനിക്ക്. പിന്നെ ഇപ്പോൾ പോയപ്പോൾ സാഡായി തോന്നി, പാവം തോന്നി. അതിലിരുന്ന് എനിക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങി മണിക്കൂട്ടന്. ആൻഡ് ഫിറോസ് എനിക്ക് തോന്നിയിട്ടുണ്ട്, യെസ് കിരീലം ഫിറോസ് അല്ലേ, ദ വൺ ഫ്രം ദ ബിഗിനിങ്. സോ അവരെനിക്ക് തോന്നിയിട്ടുണ്ട്, ആദ്യം തന്നെ തോന്നിയിട്ട് ബെസ്റ്റ് പ്ലെയറാ, ടിൽ ദ എൻഡ് ഈ വിൽ കം എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ സായി വിഷ്ണുവ ജയിക്കുന്ന എൻ്റെ തോന്നൽ. ഇനി നിങ്ങളും പറഞ്ഞോളൂ. പിന്നെ അഡോണിയുടെ എലിമിനേഷൻ എനിക്ക് തോന്നുന്നത് റംസാനാണ് പോകേണ്ടത്. പക്ഷേ എന്തോ അഡോണിയെ അവരടിച്ചു എന്നാ എനിക്ക് തോന്നുന്നു. എന്തിനാ റംസാനെ അയക്കാതെ അഡോണിയെ അയച്ചു എന്നറിയില്ല. എവറി ബിഗ് ബോസ് ദേ ഡു ദിസ് ഇൻ തമിഴ് ഓൾസോ. എക്സ്പെക്ട് ദ അൺഎക്സ്പെക്റ്റഡ് അങ്ങനെയാണ് ചെയ്യുന്നത്. വളരെ ആഗ്രഹിക്കുന്ന ഓർ നന്നായിട്ട് പ്ലേ ചെയ്തിട്ടുള്ള വ്യക്തിനെ ദേ വിൽ സെൻഡ് ഓഫ്. സോ അങ്ങനെയാ അഡോണിയുടെ എലിമിനേഷന് എനിക്കും ഫീൽ ആവുന്നുണ്ട്. ഇതൊക്കെയാ വെറുതെ എനിക്കൊരു വീലോഗ് ഇടണോ മലയാളത്തിൽ നിന്ന് തോന്നി. സോ ഇങ്ങനെ ഞാൻ ഇടണോ അബൌട്ട് ബിഗ് ബോസ്. സോ ലെറ്റ്സ് സീ വെദർ സായി വിഷ്ണു വിൻസ്. And I don't know, I think I'm not a big fan or something. It's just a prediction, and my heart said that when I first saw. I don't know why I felt this guy would win. So let's wait and watch. Our ജയിക്കുന്നോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെ അപ്പോൾ ഏതെങ്കിലും മലയാളം വീലോഗ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. ഇടാട്ടോ. ഇഫ് യു ക്യാൻ ബെയർ മൈ മലയാളം ഇട്ടോളൂ. ആൻഡ് യു ഹാവ് ടു എക്സ്ക്യൂസ് മീ. എന്ത് പറയാം, അതിന് ക്ഷമിക്കണം. എന്ത് വെച്ചാൽ കൂടുതൽ വളർന്നതൊക്കെ തമിഴ്നാട്ടിലാണ്. സോ ഐ എം വെരി മച്ച് കൺവീനിയൻറ്റ് ഇൻ തമിഴ് മോർ ദൻ. അതിന് മലയാളം പഠിക്കാൻ അറിയാം, എഴുതാൻ അറിയാം, സംസാരിക്കാമോ അറിയാം. പക്ഷേ കൂടുതൽ തമിഴ് സംസാരിക്കുന്നതിന് തമിഴ് ആൻഡ് ഇംഗ്ലീഷ് അങ്ങനെ സംസാരിക്കുന്ന കാരണം കുറച്ച് I will kill Malayalam, that's it. So if you are interested in listening my Malayalam also, yes, still I will make in between some vlogs in Malayalam like this. And yes, thanks for the existing subscribers, and do subscribe to me and keep encouraging, and you can comment what type of vlogs you want and stuffs. Bye.